BLM, Kerala, Tamil Nadu, Pondicherry. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ യുഡിഎഫിന് അനുകൂലമായി ഏകീകരിച്ചുവെന്ന സൂചനയുമായി ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ സർവേ. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് 60% വോട്ടുകളും യുഡിഎഫിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ സർവേ വ്യക്തമാക്കുന്നത്. മുസ്ലിം വോട്ടർമാരിൽ 63% യുഡിഎഫിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടുവെന്നും സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ നായർ വോട്ടുകളിൽ ഇത്തവണ LDFിനാണ് മുൻതൂക്കമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ സർവേ സൂചിപ്പിക്കുന്നത്. LDFിന് 34%, യുഡിഎഫിന് 31%, NDAക്ക് 28% നായർ വോട്ടുകൾ പിന്തുണച്ചുവെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്ന് 57% LDFിനൊപ്പം നിന്നപ്പോൾ 33% പിന്തുണയാണ് യുഡിഎഫിന് ലഭിച്ചതെന്നും ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈഴവ വോട്ടുകളിൽ 47% LDF അനുകൂലമായും 26% യുഡിഎഫിന് അനുകൂലമായും പോൾ ചെയ്യപ്പെട്ടെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പറയുന്നത്. യുഡിഎഫ് 44% വോട്ട് ഷെയറോടെ 78 മുതൽ 90 വരെ സീറ്റുകൾ യുഡിഎഫ് നേടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. 39% വോട്ട് ഷെയറുമായി LDF 43 62 വരെ സീറ്റുകളും 14% വോട്ട് ഷെയറുമായി NDA 0 മുതൽ 3% വരെ സീറ്റുകൾ നേടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. മറ്റുള്ളവർ 3% വോട്ടുകൾ കരസ്ഥമാക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട്. LDF മൂന്നാം ഊഴം ലക്ഷ്യമിടുമ്പോൾ അധികാരത്തിൽ തിരിച്ചെത്താനുള്ള പോരാട്ടത്തിലാണ് യുഡിഎഫ്. CPM നയിക്കുന്ന ഇടതുമുന്നണിയും കോൺഗ്രസ് നയിക്കുന്ന യുഡിഎഫും BJP നേതൃത്വത്തിലുള്ള NDAയും നേർക്കുനേർ മത്സരിച്ച കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാധീനമാണ്. സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിലെ 30,495 ബൂത്തുകളിലാണ് ഒരൊറ്റഘട്ടമായി ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച അവസാന വോട്ടർ പട്ടിക പ്രകാരം കേരളത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 2,71,42,952 ആണ്. ഇതിൽ 1,32,20,811 പേർ പുരുഷന്മാരും 1,39,21,868 പേർ സ്ത്രീകളുമാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.